ശങ്കരൻ. ഞാൻ വട്ടവളി. പിന്നെ മൂത്രാശയത്തിന്റെ അർബുദം പിടിപെട്ടിരുന്നു 10 വർഷം മുന്നേ. അപ്പോൾ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണിച്ചു. ഒരാൾ പറഞ്ഞത് അർബുദമാണ് എന്ന് പറഞ്ഞു. അപ്പോ ഒരാളൊക്കെ കേട്ടിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. 2-3 ഹോസ്പിറ്റലിൽ പോയി അവരെല്ലാം അന്വേഷിച്ചു. അപ്പൊ അവരെല്ലാം പറഞ്ഞ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അപ്പോ ഞാനത് കൂട്ടാക്കാതെ നേരെ മണിപ്പാലിൽ പോയി. അവിടെ ടെസ്റ്റ് ചെയ്തു. അവിടുത്തെ പറഞ്ഞ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു. എന്നാലും മൂത്രസഞ്ചിയുടെ പഴുപ്പ് എടുത്ത് കളയണം, പിന്നെ റിസൾട്ട് വന്ന ശേഷം ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ പഴുപ്പെടുത്തു നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോ രൂപട്ടുണ്ടായിരുന്നു മൂത്രം പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോ മൂത്രത്തിന്റെ കോയിലെടുത്ത ശേഷം ഞാൻ 4-ാം മാസത്തിൽ പോയി കണ്ടു. 4-ാം മാസത്തിൽ എല്ലാ റിസൾട്ടും കാണിച്ചു കൊടുത്തു. അദ്ദേഹം അതിന് വേണ്ടപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും തന്നു. ആ നിർദ്ദേശങ്ങളനുസരിച്ച് ഒരു മാസം കണ്ടിന്യൂസ് എനിക്ക് കിട്ടുന്ന യൂറിൻ കംപ്ലീറ്റ് ചെയ്യാൻ ഉപയോഗിച്ചു. ആ 1 മാസം കഴിഞ്ഞ് കല്യാണമാണ് അന്ന് മണിപ്പാലിൽ പറഞ്ഞത്. അപ്പൊ കറക്റ്റായിട്ട് 1 മാസം കഴിഞ്ഞ് ഞാൻ പോയി. അപ്പോൾ ടെസ്റ്റ് ചെയ്തു. കുഴപ്പമൊന്നും ഇല്ല. ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങനെയായി ഞാൻ 4-ാം വർഷം കണ്ടു. 4-ാം വർഷ നിർദ്ദേശപ്രകാരം അങ്ങനെ പറഞ്ഞ രീതിയിൽ എല്ലാം ഞാൻ ചെയ്തു. 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് എന്റെ മൂത്രം കംപ്ലീറ്റ് ചെയ്യാൻ പഠിച്ചു. 6 ചെയ്തപ്പോ ഇങ്ങനെ സുഖമൊന്നുമില്ല. എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അതിനനുസരിച്ചത് മലബന്ധം, തലവേദന ഇതൊക്കെ ഉണ്ട്. ഇപ്പോഴാണ് എവിടെയാ പോയി എനിക്കെന്നെ അറിയില്ല. പിന്നെ മലബന്ധം എല്ലാം ക്ലീനായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ശാരീരികമായിട്ട് വേറെ വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞാൻ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. 30 വർഷം കർണാടകത്തിൽ ജോലി ചെയ്തു. ബാക്കി 60 വയസ്സ് വരെ തണൽ എന്ന് പറയുന്ന അഗതി മന്ദിരത്തിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്തു. ഈ സെക്യൂരിറ്റിയുടെ ജോലി ചെയ്തത് കാരണമാണ് ഇത് വരാനുള്ള കാരണം എന്നാണ് അവിടുത്തെ ജോർജ് ഡോക്ടർ പറഞ്ഞു. കാരണം ശരിയായുള്ള ഉറക്കമില്ല, പിന്നെ സ്റ്റാർട്ടിങ് ഡ്യൂട്ടിയാണ്, അതുകൊണ്ടാണ് ഇതെല്ലാം വരാണ്ട കാരണം എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല. 1 വർഷമായി വീട്ടിൽ തന്നെയാണ്. പിന്നെ എനിക്ക് നന്നായിട്ട് രോഗത്തിന് വേണ്ടി യൂറിൻ കഴിക്കാൻ പറ്റുന്നുണ്ട്. കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഞാനിപ്പോഴും ഇന്ന് രാവിലെയും യൂറിൻ കുടിച്ചിട്ടുണ്ട്. ഇപ്പോഴും രാവിലെയും രാത്രിയുമാണ് കുടിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ചെയ്തു. ആദ്യം സോറി ചോദിക്കട്ടെ, എന്നിട്ട് പറയാം. പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്ത് സെക്യൂരിറ്റി കണ്ണൂരിൽ തണലിലാണ് വർക്ക് ചെയ്തത്. അപ്പോ അയാളെ ഉപ്പൊക്കെ മുസ്ലിം, അതുകൊണ്ട് അയാളുടെ പേര് പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ കോമ സ്റ്റേജിലിരുന്നു, എന്തോ അസുഖം വന്നിട്ട്. അപ്പൊ എനിക്ക് തന്ന അതേ നിർദ്ദേശം ഞാൻ അയാൾക്ക് ഇങ്ങനെല്ലാം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇന്ന് അയാള് എന്ത് ചെയ്ത ജോലി ചത്തുകട നടത്തുന്ന ആളായിരുന്നു. രാത്രി ഫുള്ള് ഉറക്കമായിട്ട്. ഇപ്പോഴയാള് പൂർണ്ണ ഭേദമായിട്ട് രാത്രി ഉറക്കമൊഴിഞ്ഞ് ഇപ്പോഴും തട്ടുകട നടത്തുന്നുണ്ട്. വടകര താലൂക്കിലെ വട്ടോള് ദേശീയ ഗ്രന്ഥശാലയ്ക്കടുത്തുള്ള തൈക്കണ്ടിയിൽ ശങ്കരൻ തൻ്റെ മൂത്രാശയ ക്യാൻസർ പണച്ചെലവോ സൈഡ് ഇഫക്റ്റോ ഇല്ലാതെ സ്വന്തം മൂത്രം ഉപയോഗിച്ച് സ്വയം സുഖപ്പെടുത്തിയത് സംബന്ധിച്ച അനുഭവമാണ് നമ്മോട് വെളിപ്പെടുത്തിയത്. തന്നെ അർബുദരോഗം ബാധിച്ചിരിക്കുന്നു എന്നറിഞ്ഞ ഉടൻ തന്നെ ശ്രീ ശങ്കരൻ വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെടുകയും സ്വയം ചികിത്സ തുടങ്ങുകയും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പണച്ചെലവുള്ള ദീർഘകാല ചികിത്സ വേണ്ടിവരുമായിരുന്നു. കീമോ, റേഡിയേഷൻ തുടങ്ങിയ ചികിത്സകൾ ഒന്നും തന്നെ കൂടാതെ തൻ്റെ അർബുദ രോഗം സുഖപ്പെടുത്തുന്നതിന് താൻ ചെയ്തത് മൂത്രചികിത്സയാണെന്ന സത്യം മണിപ്പാലിലെ ക്യാൻസർ രോഗ വിദഗ്ധനെ അറിയിച്ചിരുന്നതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്വാനുഭവം സമൂഹ നന്മയ്ക്ക് വേണ്ടി തുറന്നു പറയാൻ തയ്യാറായതിന് ശ്രീ ടി കെ ശങ്കരന് പ്രത്യേക നന്ദി പറയുന്നു.